രാഹുൽ ഗാന്ധിക്കും കേന്ദ്ര സർക്കാരിനുമിടയിൽ 4 ആഴ്ചയുടെ സമയം വെച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. കുറെ കാലമായി ഉണ്ടയില്ല വെടി പോലെ BJP കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശത്രുവായ രാഹുൽ ഗാന്ധിക്കെതിരെ അവരുടെ തീരുമാനങ്ങൾ പാസ്സാക്കുകയുള്ളൂ എന്ന് ആർക്കും അറിയാം. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് 4 ആഴ്ചയുടെ സമയമാണ് നൽകിയത്. മറുപടി നൽകാൻ മന്ത്രാലയം 8 ആഴ്ച സമയം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോടതിയിലെത്തുന്നത് ഇതാദ്യമായിട്ടല്ല. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കർണാടക ആസ്ഥാനമായുള്ള അഭിഭാഷകൻ വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച ഹർജി കോടതി ഇപ്പോൾ വാദം കേൾക്കുകയാണ്. ശിശിറിന് BJPയുമായി ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പേര് തങ്ങളുടെ പൗരത്വ രേഖകളിൽ ഉണ്ടെന്ന് UK സർക്കാരിൽ നിന്നും നേരിട്ട് സ്ഥിരീകരണം ലഭിച്ചതായിട്ടാണ് അദ്ദേഹത്തിന്റെ അവകാശം. കഴിഞ്ഞ നവംബറിൽ നടന്ന ഒരു മുൻ വാദം കേൾക്കലിൽ ജസ്റ്റിസുമാരായ രജൻ റോയിയും ഓം പ്രകാശ് ശുക്ലയും അടങ്ങുന്ന ബെഞ്ച് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ SB പാണ്ഡെയോട് ഹർജിയിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല. മറുപടി നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് 4 ആഴ്ചത്തെ സമയം നൽകി. അതേസമയം കഴിഞ്ഞ മാസം മുൻ BJP MP സുബ്രഹ്മണ്യൻ സ്വാമി 2019 സമർപ്പിച്ച സമാനമായ ഹർജിയിൽ വാദം കേട്ട ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശങ്ങൾ തേടാനും ആവശ്യപ്പെട്ടു. 2015 ആദ്യമായി ഈ വിഷയം ഉന്നയിച്ച സ്വാമി രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പദവിയെക്കുറിച്ച് എഴുതിയിരുന്നു എങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിനെ അറിയിച്ചു. ഈ കേസിൽ ഇരട്ട നടപടിക്രമങ്ങൾ നിലവിലുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി മുമ്പ് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് അലഹബാദിലും മറ്റൊന്ന് ഡൽഹിയിലും. എന്നാൽ കേന്ദ്രത്തിന്റെ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്തു. ഇപ്പോൾ പിരിച്ചുവിട്ട ഒരു ബ്രിട്ടീഷ് കമ്പനി അതിന്റെ ചില രേഖകളിൽ രാഹുൽ ഗാന്ധിയെ UK പൗരനായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്ന അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാമിയുടെ ഹർജി. 2004 മുതൽ ലോക്സഭാ MPയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വർഷങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. ഈ കേസിൽ, അതായത് അലഹബാദിലെയും ദേശീയ തലസ്ഥാനത്തെയും ഹർജിയിൽ ഇരട്ട നടപടിക്രമങ്ങൾ ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ പ്രകടമായ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്ത ഇരട്ട പൗരത്വ കേസുകൾക്ക് പുറമെ രാഹുൽ ഗാന്ധി ഈ അടുത്തിടെ നിരവധി കോടതി കേസുകളിലും കുടുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാർച്ച് 21-ന് സംബാൽ ജില്ലാ കോടതി രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരുന്നു. പ്രസ്താവനയ്ക്കെതിരെ സമർപ്പിച്ച പരാതിയിൽ ഏപ്രിൽ 4-ന് മറുപടി നൽകുകയോ ഹാജരാകുകയോ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്.